വെൽക്കം ബാക്ക് ടു സാലം ലേണിംഗ്. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങളുമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, അടുത്തതായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ഒരു എക്സാം ആയിരുന്നു നമ്മുടെ LSS എക്സാം. ഈ ഒരു LSS എക്സാമുമായി ബന്ധപ്പെട്ട് പുതിയൊരു വിജ്ഞാപനം നമ്മുടെ പരീക്ഷാ ഭവൻ കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ നമുക്ക് ധാരാളം മാറ്റങ്ങൾ കാണാനായിട്ട് പറ്റും. എന്തെല്ലാം മാറ്റങ്ങൾ എന്നാണ് നമ്മൾ ഈ ഒരു ചെറിയൊരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. സോ LSS എഴുതുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് വേഗം തന്നെ ഷെയർ ചെയ്യാം കേട്ടോ. ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം പേരിൽ വന്ന മാറ്റമാണ്. നമ്മൾ ഇത്രയും കാലം പറഞ്ഞു വന്നത് നമ്മുടെ LSS എക്സാം, അതായത് ലോവർ സെക്കൻഡറി സ്കോളർഷിപ്പ് എക്സാമിനെ പറ്റിയാണ്. പുതിയൊരു പേരാണ് ഇനി മുതൽ നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. പുതിയൊരു പേര് എന്ന് പറയുന്നത് CM കിഡ്സ് സ്കോളർഷിപ്പ് LP പരീക്ഷ. അതായത് ഇനി മുതൽ LSS എക്സാം അറിയപ്പെടുന്നത് CM കിഡ്സ് സ്കോളർഷിപ്പ് LP പരീക്ഷ എന്ന പേരിലായിരിക്കും. അതുപോലെ തന്നെ പരീക്ഷയുടെ ഡേറ്റ് വന്നിട്ടുണ്ട് ഫെബ്രുവരി 26-നാണ്. സാധാരണ പോലെ 2 പേപ്പർ ആയിട്ടാണ്. പേപ്പർ 1 രാവിലെ 10 മുതൽ 12 വരെയും പേപ്പർ 2 ഉച്ചയ്ക്ക് 1:30 മുതൽ 3:30 വരെയുമാണ്. ഇനി യോഗ്യത, അതായത് പരീക്ഷ എഴുതേണ്ട മക്കളുടെ യോഗ്യത നമുക്ക് നോക്കാം. പ്രധാനപ്പെട്ട യോഗ്യത എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്മസ് എക്സാം ഇല്ലേ, ആ എക്സാമിന് നമ്മുടെ മലയാളം, ഇംഗ്ലീഷ്, ഗണിതം, പരിസര പഠനം എന്നീ വിഷയങ്ങൾക്ക് A ഗ്രേഡ് ഉണ്ടായിരിക്കണം. ഇനി ഏതെങ്കിലും മാർക്ക് കുറഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഒരു സ്കോപ്പ് ഉള്ളത് നമ്മുടെ കലാ കായിക മേള അല്ലെങ്കിൽ ശാസ്ത്രോത്സവം, അങ്ങനെ ധാരാളം മേളകളുണ്ടാവും. ആ മേളകളിൽ നിങ്ങൾക്ക് A ഗ്രേഡോ B ഗ്രേഡോ അല്ലെങ്കിൽ 1ാം സ്ഥാനമോ നേടിയിട്ടുണ്ടെങ്കിൽ അവർക്കും പരീക്ഷ എഴുതാവുന്നതാണ്. ഇനി ഏതെങ്കിലും നമ്മുടെ SSC ST പോലുള്ള നമ്മുടെ പ്രത്യേക പരിഗണന ലഭിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് 2 വിഷയങ്ങളിൽ A ഗ്രേഡും മറ്റ് 2 വിഷയങ്ങളിൽ B ഗ്രേഡും ആണെങ്കിൽ അവർക്കും നമ്മുടെ പരീക്ഷ എഴുതാനുള്ള യോഗ്യതയുള്ളവരാണ്. അതുപോലെ തന്നെ യാതൊരുവിധ ഫീസും നമ്മൾ ഈ ഒരു എക്സാം എഴുതാനായിട്ട് കൊടുക്കേണ്ടതില്ല. ഇനി നമുക്കറിയേണ്ടത് ഇതിന്റെ സിലബസിൽ വന്ന മാറ്റമാണ്. ഈ ഒരു സിലബസ്, നമ്മുടെ എക്സാം സിലബസ് എന്ന് പറയുന്നത് നമ്മുടെ ജനുവരി 31 നമ്മുടെ സ്കൂളുകളിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകളുടെ ബേസിലുള്ള എക്സാം ആയിരിക്കും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് 1 മാർക്കിനുള്ള 1 വേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അതുപോലെ തന്നെ 5 മാർക്കിനുള്ള ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാവും. ഇനി നമുക്ക് അടുത്തതായിട്ട് പരീക്ഷയുടെ ഘടന നോക്കണം. പരീക്ഷയുടെ ഘടന നമുക്കറിയാം 2 പേപ്പറായിട്ടാണ്. അതിൽ ഫസ്റ്റ് പേപ്പറിൽ ടോട്ടൽ 50 മാർക്കിനാണ് ചോദ്യം ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ 50 ചോദ്യങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത് ഓരോ ചോദ്യത്തിനും ഓരോ മാർക്ക് വീതം. അതിൽ തന്നെ ആദ്യത്തെ 10 ചോദ്യം നമ്മുടെ 1ാം ഭാഷ, മലയാളം അല്ലെങ്കിൽ കന്നഡ, തമിഴ്, അതിന്റെ ബേസിലായിരിക്കും. ഓരോ ചോദ്യത്തിനും ഓരോ മാർക്ക് വീതമാണ് എന്ന് മക്കൾ ഓർത്തിരിക്കാം. അടുത്ത 10 ക്വസ്റ്റ്യൻ നമ്മുടെ ഇംഗ്ലീഷ് ആയിരിക്കും. അടുത്ത 10 ക്വസ്റ്റ്യൻ നമ്മുടെ മാത്സ് ആയിരിക്കും. പിന്നീടുള്ള 10 ക്വസ്റ്റ്യൻ നമ്മുടെ EVSൽ നിന്നും, അടുത്ത 10 ക്വസ്റ്റ്യൻ നമ്മുടെ GK പൊതുവിജ്ഞാനത്തിൽ നിന്നുള്ളതായിരിക്കും. അങ്ങനെ ടോട്ടൽ 50 ക്വസ്റ്റ്യൻ ആയിരിക്കും. എല്ലാ ക്വസ്റ്റിനും ഇതുപോലെ തന്നെ 1 മാർക്ക് ആയിരിക്കും, 1 വേർഡിലായിരിക്കും. ഓപ്ഷൻസ് വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കറക്റ്റായിട്ട് ചൂസ് ചെയ്യുക, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ആയിരിക്കും. ഇനി അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഓർത്തിരിക്കുക 50 ക്വസ്റ്റ്യൻ 50 മാർക്ക്. ഓക്കെ, ഇനി അടുത്ത പേപ്പർ 2 എന്ന് പറയുന്നതിൽ നിങ്ങൾക്ക് ടോട്ടൽ 6 ക്വസ്റ്റ്യൻസേ കാണാനായിട്ട് പറ്റുള്ളൂ. 6 ക്വസ്റ്റ്യനും കൂടി സ്കോർ എന്ന് പറയുന്നത് 30 ആണ്. അതായത് ഓരോ ക്വസ്റ്റ്യനും 5 മാർക്ക് വീതമാണ് കേട്ടോ. ഫസ്റ്റത്തെ ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ മലയാളം, കന്നഡ, തമിഴ്, അതായത് 1ാം ഭാഷയിൽ നിന്നുള്ള 2 ക്വസ്റ്റ്യൻ ആയിരിക്കും. 2 ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ടോട്ടൽ മാർക്ക് 10 ആയിരിക്കും. കാരണം ഓരോ ക്വസ്റ്റ്യനും 5 മാർക്ക് വീതമാണ്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ നിന്നാണ്, അടുത്ത 2 ക്വസ്റ്റ്യൻ മാത്സിൽ നിന്നാണ്, അടുത്ത ഒരു ക്വസ്റ്റ്യൻ പരിസര പഠനത്തിൽ നിന്നാണ്. അങ്ങനെ ടോട്ടൽ 6 ക്വസ്റ്റ്യൻ, ടോട്ടൽ മാർക്ക് 30 ആണ്. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു പരീക്ഷയുടെ ഘടനയിൽ വരുന്ന മാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുകളൊക്കെ നമ്മൾ ഇതാ വരും ദിവസങ്ങളിൽ നമ്മുടെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതൊക്കെ നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. ഇനി മറ്റൊരു മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ എക്സാം അല്ലെങ്കിൽ ആ ഒരു സ്കോളർഷിപ്പ് കിട്ടുന്നതിനുള്ള യോഗ്യത. നമ്മൾ കഴിഞ്ഞ തവണ വരെ നമ്മൾ പറഞ്ഞത് നമ്മൾ പരീക്ഷ എഴുതി 60% കൂടുതൽ മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് സ്കോളർഷിപ്പ് കിട്ടി എന്നാണ്. പക്ഷേ ഇത്തവണ ഒരു കട്ട് ഓഫ് മാർക്ക് ഉണ്ടായിരിക്കും. ആ കട്ട് ഓഫ് മാർക്കിന് മുകളിലുള്ളവർക്ക് മാത്രമേ നമുക്ക് സ്കോളർഷിപ്പ് കിട്ടിയിട്ടുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മുടെ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ PSC എഴുതത്തില്ലേ, അവിടെയൊക്കെ നിങ്ങൾ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്ന ഒരു ടേം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇതുപോലെ തന്നെയാണ് ഇനി മുതൽ നമ്മുടെ സ്കോളർഷിപ്പ് എക്സാമിനൊന്നും കാണാനായിട്ട് പറ്റുന്നത്. ഒരു കട്ട് ഓഫ് മാർക്ക് ഉണ്ടാവും, അതിൽ കൂടുതൽ മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു സ്കോളർഷിപ്പ് കിട്ടുള്ളൂ. സോ മക്കൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല രീതിയിൽ പഠിക്കുക, നല്ല രീതിയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് ഈ ഒരു സ്കോളർഷിപ്പ് നേടിയെടുക്കണം എന്നൊരു കോൺഫിഡൻസ്, നേടിയെടുക്കുമെന്നൊരു കോൺഫിഡൻസിൽ നല്ല രീതിയിൽ പഠിക്കുക. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മുടെ ജ്വാല ബാച്ച് ഉള്ളത്. അതും ഫ്രീ ബാച്ചാണ്. നിങ്ങൾക്ക് നമ്മുടെ സൈലം ലേണിംഗ് എഡ്യൂക്കേഷൻ നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഫ്രീ ക്ലാസ് ആണ്. നിങ്ങൾക്ക് വേണ്ട എല്ലാ സബ്ജക്റ്റുകളും ഈ മാറി വരുന്ന നമ്മുടെ ഘടനയൊക്കെ നോക്കിയിട്ട്, സിലബസ് ഒക്കെ നോക്കിയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ സെറ്റ് ചെയ്ത് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. സോ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ജ്വാല ബാച്ച്
ബാച്ചിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഇന്ന് കൃത്യം 6 മണിക്ക് നമ്മളൊരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ ഈ LSSനെ പറ്റിയുള്ള നിങ്ങളുടെ സംശയങ്ങൾക്കൊക്കെ ഞങ്ങൾ മറുപടി തരുന്നതായിരിക്കും. എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടതെന്നൊക്കെയുള്ള സ്റ്റഡി ടിപ്സ് ഒക്കെ, സ്റ്റഡി മെത്തേഡ്സ് ഒക്കെ നമുക്ക് അവിടെ നോക്കാവുന്നതാണ്. സോ അതിലും നിങ്ങൾ ജോയിൻ ചെയ്യുക. ഇവിടെ ഒരു QR കോഡ് കാണുന്നുണ്ട്. ആ ഒരു QR കോഡിൽ സ്കാൻ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പൊ അടിപൊളിയായിട്ട് ഇരിക്കുക, നല്ല രീതിയിൽ പഠിക്കുക. എല്ലാവർക്കും സ്കോളർഷിപ്പ് കിട്ടട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ബൈ.